അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പൂളക്കൃഷിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ പൂള ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. വലിയ കുഴി കൂട്ടിയിട്ട് അതിൽ കുറച്ച് രാസവളം ഒരു കുഴി പോലെ എടുത്തിട്ട് രാസവളം കുറച്ചിട്ട് കൊടുക്കും. ഇല്ലെങ്കിൽ ഇതായി കഴിഞ്ഞാൽ നമുക്കത് ഉള്ളിൽ രാസവളം ഇടാൻ കഴിയില്ല. അതുകൊണ്ട് വലിയ കൂട ഉണ്ടാക്കിയിട്ട് വലിയ പൊരി കൂട്ടിയിട്ട് അതിൽ നീളത്തിലൊരു കമ്പ്, കുറച്ച് നീളത്തിലുള്ളൊരു കമ്പ് 3-4 സ്റ്റെപ്പായിട്ട് ഉണ്ടാകേണ്ട രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടെ അങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ പറിച്ചതാണ്. ഇവിടെ ഒരു തറി പറിച്ചിട്ടാണ് 10-15 കിലോനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ 2 എണ്ണം ഇത് മുക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഞാൻ പൂള ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതിൽ രാസവളം ഇട്ട് കൊടുത്തത് മിക്സാക്കി, പിന്നെ മറ്റേ കോഴിക്കാഷ്ടമൊക്കെ ഇടാവും. ഇവിടെ എല്ലാം ഞാടെല്ലാം ഉണ്ടാവും. ഇത് ഇട്ടാൽ തന്നെ നല്ല വിളവായിരിക്കും. രാസവളം ഇട്ടുള്ളത് പിന്നീട് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് രാസവളം ഇടുന്നത്. ആക്സൽ ബ്ലേഡ് കൊണ്ടാണ് ഞാൻ പൂളത്തറി മുറിക്കൽ, അടാൾ കൊണ്ടൊന്നും മുറിക്കലില്ല. അപ്പോൾ അത് മുറിച്ച് അതാണ് ഒരു തറി മുറിച്ച് 2 കഷ്ണമാക്കിയിട്ട് പിന്നെ ഒരു കഷ്ണമാണ് അത്ര നീളമുണ്ടാവും. പിന്നെ തറി അത് 3-4 മുറിവ് വരക്കും. അപ്പം അതിൽ പാല് ഇറങ്ങും. ഇതിൽ ഈ വരയിലൊക്കെ പാലിറങ്ങും. ഈ പാലിറങ്ങുന്നിടത്തൊക്കെ വേരിറങ്ങും. ഈ വേരൊക്കെ പിന്നെ കിഴങ്ങായിട്ട് മാറും. അങ്ങനെയാണ് നമ്മളെ പൂളക്കൃഷി രീതി. സ്ഥലം കുറവുള്ളവർക്കും കൂടുതൽ വിളവ് കിട്ടണം എന്നുള്ളവർക്കൊക്കെ ഇങ്ങനെ പരീക്ഷിക്കാം. നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇതാണ് രീതി. ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഈ കുഴിയിൽ അടി നല്ലോണം കൊത്തി ഇളക്കിയിട്ടുണ്ട്. ഈ കുഴിയിൽ ഇങ്ങനെ കുഴിയുടെ നടുക്ക് കുഴി കുഴിച്ചിട്ട് അതിൽ മൂർത്തി വെച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്യല്. കുഴപ്പമില്ലാത്തൊരു വിളവ് നമുക്ക് കിട്ടും. 15-20 കിലോനൊക്കെ കറിയിൽ കിട്ടുന്നുണ്ട്. ഒന്നും കിട്ടിയ അങ്ങനെ ഇന്ന് പറിച്ച് പക്ഷേ ഉള്ളിടത്തില്ല അങ്ങനെ പോയി. അപ്പോൾ അങ്ങനെ നമ്മളെ കൃഷി രീതി എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. സ്ഥലം കുറവുള്ളവർക്കും കൂടുതൽ കൃഷിയുടെ വിളവ് വേണമെന്നുള്ളവർക്കും ഇങ്ങനെ വരക്കുക. നല്ലോണം വരയണം, മുറിയണം. മുറിഞ്ഞിട്ട് ഇത് മുറിയണ്ട, ഈ തോല് നല്ലോണം മുറിച്ചാൽ മതി. അപ്പോൾ അതിൽ കൂടെയൊക്കെ ഈ പാലിറങ്ങും. ഈ പാലിറങ്ങുന്നിടത്തൊക്കെ വേരിറങ്ങും. ഈ വേരൊക്കെ പിന്നീട് ഈ വേരിറങ്ങുന്നിടത്തൊക്കെ പിന്നെ അത് കിഴങ്ങാവും. ഈ പിന്നെ 3-4 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ